എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. മന്ത്രങ്ങളുടെ താളത്തിൽ ശ്രീഹരി പതിയെ ശ്രീലക്ഷ്മിയുടെ കഴുത്തിലേക്ക് താലി ചേർത്ത് വെച്ചതും നിറഞ്ഞ മിഴികളാൽ അവൾ പ്രാർത്ഥനയോടെ കൈകൾ കൂപ്പി. ലച്ചുവിന്റെ ഹൃദയം സന്തോഷത്താലൊന്നും ഇടിച്ചു. അതോടൊപ്പം ചുണ്ടിൽ നിശബ്ദമായൊരു പുഞ്ചിരി വിരിഞ്ഞു. അതേ മുഹൂർത്തത്തിൽ അരികിൽ മിഥുനൻ തന്റെ താലി ശ്രീകുട്ടിയുടെ കഴുത്തിലേക്ക് ചേർത്തു. ഒരു നിമിഷം അവളുടെ മിഴികൾ അവനിലേക്ക് ഉയർന്നതും മിഥുന്റെ ഹൃദയം അറിയാതെ നിറഞ്ഞു. താലികെട്ട് പൂർണ്ണമായതും വധൂവരന്മാരടക്കം എല്ലാവരിലും സന്തോഷങ്ങൾ നിറഞ്ഞു കവിഞ്ഞു. താലികെട്ട് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഓരോരുത്തരും ഇറങ്ങി. ഭക്ഷണം കഴിഞ്ഞ ശേഷം യാത്രയപ്പായിരുന്നു. ശ്രീമംഗല കുടുംബം അവരുടെ കുട്ടിയെ നിറഞ്ഞ മനസ്സോടെ മിഥുന്റെ വീട്ടുകാർക്ക് നൽകി. ഏട്ടന്മാരുടെ അനിയത്തി ഇനിയെന്നും മിഥുന്റെ കൈകളിൽ സുരക്ഷിതയായിരിക്കുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ഇന്ദ്രനും ശ്രീഹരിയും സ്നേഹത്തോടെ മിഥുനെ കെട്ടിപ്പിടിച്ചു. അതിന്റെ കൂടെ രാജീവ് തന്റെ മകളെ ശ്രീഹരിയെ ഏൽപ്പിച്ചു. നിറഞ്ഞ മനസ്സോടെ എല്ലാവരിലും ആ നിമിഷം സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞു. ശില്പയും സരോജിനി രാവിലെ അമ്പലത്തിലേക്ക് പോയി ഇറങ്ങിയതാണ്. സരോജിനിയുടെ നിർബന്ധം കൊണ്ടാണ് അവൾ അമ്പലത്തിൽ വരാൻ തയ്യാറായത്. അമ്പലത്തിൽ കയറി തൊഴുത് പ്രസാദവുമായി പുറത്തേക്ക് ഇറങ്ങിയതും അവർക്ക് നേരെ വരുന്നവളെ കണ്ട് സരോജിനി ഒന്ന് പതറി. ആഹാ, ഇതാരും സരോജിനി ചേച്ചിയോ? ഇതാണല്ലേ പ്രശാന്തിന്റെ പെണ്ണ്. പ്രശാന്ത് കെട്ടിയ പെണ്ണിനെ ഒന്ന് കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. വിചാരിച്ച പോലെ നല്ല കേട്ടോ, ആള് സുന്ദരിയാ. ശാന്ത നിർത്താ പറഞ്ഞുകൊണ്ടേയിരുന്നു. ശാന്തേ, ഞങ്ങൾ കുറച്ച് തിരക്കുണ്ട്, പിന്നെ കാണാം പറഞ്ഞിട്ട് സരോജിനി ശില്പയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. അങ്ങനെ പോവല്ലേ ചേച്ചി, നിങ്ങളുടെ മരുമകളെ ഒന്ന് ശരിക്കും കാണട്ടേന്നേ. ശാന്തേ, നീ ഒന്ന് പോയേ. സരോജിനിയുടെ ശബ്ദം കെടുത്തു. ശില്പ ഒന്നും മനസ്സിലാവാതെ രണ്ടുപേരെയും മാറി മാറി നോക്കി. വെറുതെ അല്ല, പ്രശാന്ത് വിടാതെ പിടിച്ചെന്ന്. ആളെ അടിപൊളിയല്ലേ. വീണ്ടും ശാന്ത ഓരോന്ന് പറഞ്ഞു തുടങ്ങിയതും സരോജിനി ദേഷ്യത്തിൽ ശില്പയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. ശാന്ത അവരെ നോക്കി പിന്നിൽ നിന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ സരോജിനി ഏത് ഭാഗത്താണെന്ന് പോലും നോക്കാതെ നടന്നു. ശില്പയാണെങ്കിൽ ശാന്തയൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അവർക്കൊപ്പം വേഗത്തിൽ നടന്നു. ശാന്തയുടെ ചുണ്ടിലൊരു പൂച്ചച്ചിരി നിറഞ്ഞു നിന്നു. അല്ല പച്ചി, അവരെന്തൊക്കെയാ പറഞ്ഞ്? എനിക്കൊന്നും മനസ്സിലായില്ല. ആർക്കറിയാം മോളെ, അവൾ ആള് ശരിയല്ല. അവിടെ ആരോട് വാക്കുകൾ ചെവിക്കൊള്ളാറില്ല. വീടിന്റെ മുറ്റത്തേക്ക് എത്തിയതും ശില്പ ചോദിച്ചതിന് മറുപടിയായി സരോജിനി പരിങ്ങിലോടെ പറഞ്ഞു. അവര് പറഞ്ഞൊന്നും തന്നെ അവൾക്ക് മനസ്സിലായില്ലെങ്കിലും അവൾ തലവിലുക്കി. എന്തൊക്കെയോ എവിടേക്കോ ചീഞ്ഞു നാർന്ന പോലെ അവൾക്ക് തോന്നി. പക്ഷെ അതെന്താണെന്ന് പോലും ചോദിക്കാതെ അവൾ അകത്തേക്ക് കയറിപ്പോയി. ശ്രീമംഗലം തറവാട്. പത്മം നൽകിയ നിലവിളക്കുമായി ശ്രീലക്ഷ്മി തൊട്ടടുത്ത് നിൽക്കുന്ന ശ്രീഹരിയെ നോക്കി വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി. ശ്രീഹരിയുടെ ഉള്ളിൽ പ്രണയത്തിന്റെ 1000 സ്വരങ്ങൾ ഒരുമിച്ച് നിറഞ്ഞ പോലെ വല്ലാത്തൊരു അനുഭൂതി വന്നു ചേർന്ന നിമിഷമായിരുന്നു അത്. ശ്രീലക്ഷ്മി അകത്തേക്ക് കയറിയതും പൂജാമുറിയിൽ വിളക്ക് കൊണ്ടുവച്ചിട്ട് പ്രാർത്ഥനയോടെ കൈകൾ കൂപ്പി അവൾക്കരികിൽ ശ്രീഹരിയും. അവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞതും ശ്രേയ ലച്ചുവിനെയും വിളിച്ചിട്ട് മുകളിലെ ശ്രീഹരിയുടെ റൂമിലേക്ക് നടന്നു. അവൾക്ക് ആ നിമിഷം ശില്പയാണ് ഓർമ്മ വന്നത്. അന്ന് ശില്പയെ റൂമിലാക്കാൻ തനിക്ക് സാധിച്ചിരുന്നില്ല. ഇന്നിതാ എല്ലാ സന്തോഷങ്ങളോടെയും കൂടെ തന്റെ ഏട്ടന്റെ പാതി റൂമിലേക്ക് താൻ കൊണ്ടുപോകുന്നു. അവൾ മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിച്ചു. ശ്രീയേട്ടന്റെ റൂമിലേക്ക് അടക്കവേ ലച്ചു ഒരു നിമിഷം നിന്നു. ആൾക്കുള്ളിൽ വല്ലാത്തൊരു സന്തോഷം വന്ന് നിറഞ്ഞു. താൻ ആഗ്രഹിച്ച് നേടിയ ദിനം ആരോടും പറഞ്ഞിട്ടില്ല, വാശി പിടിച്ചിട്ടില്ല, കാത്തിരുന്നിട്ടില്ല, ഒന്നും തന്നെയില്ല. അവസാനം ഈശ്വരൻ തനിക്ക് മാത്രമായി നൽകിയിരിക്കുന്നു. ലച്ചു, എന്താടാ? ശ്രേയ ചോദിച്ചും അവൾ മുഖം തിരിച്ചു നോക്കി. ഒന്നുമില്ലെന്ന് കണ്ണിച്ചിമി കാണിച്ചു. ശ്രേയ അവളെ കൈപ്പിടിച്ച് റൂമിലേക്ക് കടന്നു. സാരി ഓർണമെന്റ്സ് എല്ലാം അഴിക്കാൻ അവൾ സഹായിച്ചു. ശേഷം അവളെ ഫ്രഷാൻ വിട്ടിട്ട് ശ്രേയ വാതിലടച്ച് താഴേക്ക് നടന്നു. ഇതേ സമയം മാളവിക നിലയം. അച്ചമ്മങ്ങൾ സുമതി നൽകിയ നിലവിളക്കുമായി സ്ത്രീകുട്ടി മിഥുന്റെ പെണ്ണായി ആ വീട്ടിലേക്ക് കയറി. മുഖത്തും മനസ്സിലും ചെറിയൊരു നാണവും വെപ്രാളവുമല്ലാതെ ആൾക്കുള്ളിൽ ഹൃദയം നിറഞ്ഞുള്ള സന്തോഷം മാത്രമായിരുന്നു. മിഥുനെന്നാൽ അവളുടെ ജീവനും അതിലുപരി ആ ജീവന്റെ താളവും കൂടെയായിരുന്നു. അവന്റെ പ്രണയത്തിന്റെ തണുപ്പിൽ ഇത്ര വേഗത്തിൽ തനിക്ക് കൂടെ ഇരിക്കാൻ കഴിയുമെന്ന് അവൾ ഒരിക്കലും കരുതിയില്ല. അതിന്റെ കാരണം തന്റെ അമ്മ മാത്രമാണ്. അമ്മയുടെ ഉള്ളിലെ ആഗ്രഹം മാത്രമാണ്. എന്തെന്നറിയില്ല, ആ സന്തോഷവേളയിൽ അവളുടെ കണ്ണുകൾ അമ്മയുടെ ഓർമ്മയിൽ ചെറുതായി നനഞ്ഞു. നിലവിളക്ക് പൂജാമുറിയിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ബാക്കിയുള്ള ചടങ്ങുകളിലേക്ക് മിഥുന്റെ കൂടെ സ്ത്രീകുട്ടി അവിടെയുള്ള സോഫയിലേക്ക് ഇരുന്നു. എല്ലാം കഴിഞ്ഞതും ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി മായ റൂമിലേക്ക് നടന്നു. ചൂടും ഡ്രസ്സും എല്ലാം കൂടെ അവളൊരവസ്ഥയിലായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ ഇന്ദ്രൻ അവിടെ പോക്കേണ്ടതും മെല്ലെ അവിടുന്ന് അവന് മുന്നോട്ട് നടന്നു. മായ റൂമിലേക്ക് കടന്ന് ഡോറടക്കാൻ നിന്നും ഇന്ദ്രൻ ഓടിക്കയറിയത് ഒരുമിച്ചായിരുന്നു. ഒരു നിമിഷം അവളൊന്ന് പകച്ചു. അയ്യോ നീ പെണ്ണ്, വീണ്ടല്ലേ, ഇത് ഞാനാ. എന്റെ ഈശ്വര, ഞാൻ ആകെ പേടിച്ചിട്ടോ. മായ നെഞ്ചിൽ കൈവച്ചിട്ട് അവനെ കൂർപ്പിച്ചു നോക്കി. എങ്ങനെ നോക്കാതെ ഉണ്ടക്കണ്ണി. ഇന്ദ്രൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞിട്ട് അവള് തന്നെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. വീട്ടിൽ ഇന്ദ്രേട്ടാ. അവനിൽ നിന്ന് കുതിരാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ ആ നിമിഷം അവന്റെ ആ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അത് അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. എത്ര ദിവസമായിടേ മര്യാദക്ക് എന്റെ പെണ്ണിനെ നടത്തിയിട്ടിട്ട്.
സത്യത്തിൽ ഇന്ന് ആ വേദിയിൽ നിൽക്കുന്നുണ്ടപ്പോ ഒന്നുകൂടെ താലി കിട്ടിയാലോ എന്നൊരു ഓർത്ത് ഞാൻ. അത്രയും സുന്ദരിയായിട്ടെന്നതാൻ. മായയുടെ മുഖം നാണത്താൽ കുനിഞ്ഞു. ഇന്ദ്രന്റെ ഉള്ളിൽ അവളോടുള്ള പ്രണയം വല്ലാതെ അലയടിച്ചു വരുന്നുണ്ടായിരുന്നു. ഇന്ദ്രേട്ടാ. മായയുടെ ഉള്ളിലും കടലോളം പ്രണയം നിറഞ്ഞു തുളുമ്പി. അതെ, ഇങ്ങനെ താഴേന്ന് അന്വേഷിക്കും. മായ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് കുതിരി. പക്ഷെ ഇന്ദ്രന്റെ കൈകളിൽ നിന്നൊന്ന് അനങ്ങാൻ പോലും അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഇന്ദ്രൻ പതിയെ അവന്റെ ചുണ്ടവളുടെ കവിളിലേക്ക് അമർത്തി വെച്ചു. അത്രയും പ്രണയത്തോടെ. ശ്രീമംഗലത്തെ വിവാഹത്തിന്റെ തിരക്കുകൾ പതിയെ അണഞ്ഞു തുടങ്ങി. ബന്ധുക്കൾ ഒരുവിധം എല്ലാവരും പോയി കഴിഞ്ഞതും അങ്ങിങ്ങായി ലൈറ്റുകളുടെ നേരിയ വെളിച്ചം മാത്രം. പക്ഷേ വീടിനുള്ളിൽ പുതിയൊരു ജീവിതത്തിന്റെ സ്നേഹവും സന്തോഷവും ആഹ്ലാദവും തെളിഞ്ഞു തന്നെ നിന്നു. രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ഇന്ദ്രനും ശ്രേയയും എല്ലാവരും കൂടെ ശ്രീഹരി അലങ്കരിച്ച റൂമിലേക്ക് പതിയെ കൊണ്ടാക്കി. ഏട്ടാ. ഇന്ദ്രന്റെ മനസ്സ് സന്തോഷം കൊണ്ട് വല്ലാതെ വീർപ്പൂട്ടുന്നുണ്ടായിരുന്നു. എത്രയോ വേദനകളിൽ നിന്ന് കരകയറി വന്ന തന്റെ ഏട്ടനെ ആദ്യമായി കാണുന്ന പോലെ ഇന്ദ്രൻ നോക്കി. ഇന്ദ്രനൊന്നും പറഞ്ഞില്ലെങ്കിലും ശ്രീഹരിക്ക് അവന്റെയുള്ള മറ്റാരെക്കാളും കൂടുതൽ മനസ്സിലാവുമായിരുന്നു. തന്റെ ഏട്ടന്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കിയിട്ട് ഇന്ദ്രൻ ശ്രീഹരിയെ കെട്ടിപ്പിടിച്ചു. നിറഞ്ഞ സ്നേഹത്തോടെ ഇനിയെന്നും ഈ ജീവിതത്തിൽ സന്തോഷത്തിന് ദിനങ്ങൾ മാത്രമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ. ശേഷം അവർ പുറത്തേക്ക് കടന്നു. അപ്പോഴേക്കും തൊട്ടടുത്ത റൂമിൽ ശ്രീലക്ഷ്മി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം കഴിഞ്ഞതും പത്മ നൽകിയ പാലുമായി അവൾ പതുക്കെ ശ്രീഹരിയുടെ റൂമിന് നേരെ നടന്നു. കൂടെ മായയുമുണ്ട്. ശ്രീഹരി തന്റെ റൂമിലാകെ നോക്കി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭംഗിയും സന്തോഷവും തന്റെ റൂമിൽ നിറഞ്ഞിരിക്കുന്നത് അന്ന് ആദ്യമായി അവൻ കണ്ടു. പ്രിയപ്പെട്ടതിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട ആരെയോ കാത്തിരിക്കുന്ന പോലെയുള്ള പ്രതീതി മനസ്സിൽ ഓർത്തു കഴിഞ്ഞില്ല. അപ്പോഴേക്കും വാതിൽ പതിയെ തുറന്ന് മന്ദം മന്ദം നടന്നെടുക്കുന്ന പാദങ്ങൾ അവനിൽ വല്ലാത്തൊരു അനുഭൂതി നിറച്ചു. അവൾ അകത്ത് കിടന്നു റൂമിന്റെ വാതിൽ തനിയെ അടഞ്ഞു. ശ്രീഹരി അവളെ കണ്ണെടുക്കാൻ നോക്കി. ആ ഓമനത്വം തുളുമ്പുന്ന മുഖത്തി ഉരിയുന്ന നാണവും വെപ്രാളവും കണ്ടതും അവന്റെ ചുണ്ടിലൊരു മൃദുവായ പുഞ്ചിരി നിറഞ്ഞു തൂവി. ആദ്യമായി കാണുന്ന പോലെ അവന്റെ നോട്ട് അവളിൽ തങ്ങി നിന്നു. ശ്രീഹരിക്ക് അവളുടെ അരികിലേക്ക് നടക്കാതിരിക്കാനായില്ല. അവൻ പതിയെ അവൾക്കടുത്തേക്ക് ചെന്ന് ആ കൈകളിൽ നിന്ന് പാൽ വാങ്ങി ടേബിളിൽ വെച്ചിട്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ വെപ്രാളത്തിന് അതൊരു ആശ്വാസമായിരുന്നു. അവൾക്ക് സത്യത്തിൽ ശ്രീഹരിയെ പേടിയോ ഭയമോ എന്തൊക്കെയോ ആയിരുന്നു. അവന്റെ ആ ഇടപെടൽ എന്തുകൊണ്ടോ അവളിൽ ആശ്വാസം നിറച്ചു. വാ, എഴുതിരിക്കും. ശ്രീഹരി കൈ പിടിച്ച് ലച്ചുവിനെ ബെഡിലേക്ക് ഇരുത്തിച്ചു. ഇനിയും വേണോ ഈ നാണം? അവളുടെ മുഖം താഴ്ത്തി വെച്ചത് കണ്ടതും അവൻ അവളെ പുഞ്ചിരിയോടെ പറഞ്ഞു. താൻ നാളുകളായിട്ട് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒരുവൻ നിന്നരികിലില്ലേ? ഇനി എന്തിനാ എന്റെ പെണ്ണിനെ ഭയം? ഒരു നിമിഷം ലച്ചു ഒന്ന് പതറി. അവൾ മുഖമുയർത്തി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. സാരില്ലടാ, ഇനി നിന്റെ ഈ ശ്രീയേട്ടൻ എന്റെ ലച്ചുവിന്റെ സ്വന്തമാണ്. അവളുടെ കണ്ണുകളിലെ പതർച്ച വായിച്ചെടുത്ത പോലെ അവൻ മൊഴിഞ്ഞു. പക്ഷേ അവളിൽ പിന്നെയും പേടി നിറച്ചു. അത് കണ്ട് വീണ്ടും അവൻ ചിരിച്ചു. എനിക്കറിയണമില്ല ഈ കാത്തിരിപ്പ് എന്ന് തുടങ്ങിയെന്നും എപ്പോൾ തുടങ്ങിയെന്നും അങ്ങനെ ഓരോന്നും. ഒന്നിനു വേണ്ടിയല്ല, വെറുതെ ഒരു സന്തോഷത്തിന് എൻ്റെ ഈ പെണ്ണിനോടെല്ലാം പറയണം. സ്നേഹത്തോടെ എൻ്റെ ശ്രീയേട്ടന് അവിടുന്ന് തുടങ്ങിക്കോ. ലച്ചുവിൻ്റെ കണ്ണുകളിൽ നിമിഷം നിറഞ്ഞു. അരുത്, അത് കണ്ട് ശ്രീഹരി തടഞ്ഞു. ഈ കണ്ണുകൾ ഇനി നിറയരുത് ഒന്നിൻ്റെ പേരിലും. ശ്രീയേട്ടാ. ലച്ചു പതി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഒരാശ്വാസം എന്നോണം ശ്രീഹരി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അതിനു മുമ്പ് ഈ ചടങ്ങ് നമുക്കങ്ങ് തീർക്കാം. അവള് നെഞ്ചിൽ നിന്ന് മാറ്റിയിട്ട് അവളെ നോക്കി ടേബിളിൽ നിന്ന് പാലെടുത്തു. പകുതി കുടിച്ചിട്ട് ബാക്കി പകുതി അവൾക്കായി നീട്ടി. ലച്ചു ഒരു പുഞ്ചിരിയോട് അത് വാങ്ങി കുടിച്ചു. ഇനി എൻ്റെ ലച്ചു തുടങ്ങിക്കോ. അവളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി തിരികെ വെച്ചത് അവൻ പറഞ്ഞു. എനിക്കറിയണം ഓരോന്നും. ഈ നെഞ്ചിനുള്ളിൽ ശ്രീഹരി എന്ന ഈ സെക്കൻഡ് കയറി കൂടിയ ഓരോ നിമിഷങ്ങളും. ശ്രീഹരിയോട് ഇത്രയും നാൾ തോന്നിയതിനേക്കാൾ ഇഷ്ടം തോന്നിയ ആ നിമിഷം അവൾക്ക്. അവന്റെ പുഞ്ചിരിക്കുന്ന മുഖത്തേക്കൊന്നുകൂടെ നോക്കിയിട്ട് ലച്ചു പതിയെ പറഞ്ഞു തുടങ്ങി. ശ്രീമംഗലത്തെ ശ്രീഹരി എന്ന തന്റെ ശ്രീയേട്ടൻ ഒരു നാൾ തന്റെ ജീവനായിരുന്ന കഥ. അലങ്കരിച്ച മിഥുന്റെ റൂമിലേക്ക് മാളു ശ്രീകുട്ടിയെ പതിയെ നടത്തിച്ചു. ചെറിയൊരു നാണമല്ലാതെ വലിയൊരു വെപ്രാളമൊന്നും ശ്രീകുട്ടിയുടെ മുഖത്ത് മാളുവിനെ കാണാൻ കഴിഞ്ഞില്ല. എന്താണ് നിനക്കൊരു പേടിയില്ലാത്ത? മാളു ചോദിച്ചു. ശ്രീകുട്ടി അവളെ നോക്കി പുഞ്ചിരിച്ചു. എന്റെ മിഥുനേട്ടനല്ലേ? ഓഹോ, എന്റെ മിഥുനേട്ടൻ. അതൊക്കെ ശരി തന്നെ. എന്നാലും മറ്റുള്ളവരെ ബോധിപ്പിക്കാനെങ്കിലും ചെറിയ നാണവും വെപ്രാളവും. ശ്രീകുട്ടി അവളെ കൂർപ്പിച്ച് നോക്കി. ആരെയും മറ്റുള്ളവര്? താഴെയുള്ള നമ്മുടെ ബന്ധുക്കളാണോ? അവരുടെ മുമ്പിൽ കൂടി വരുമ്പോൾ ആവുന്ന അത്ര നാണം വെപ്രാളം ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെയുള്ള നീ. അവളെ കുറിച്ച് പറഞ്ഞ് മാളൂന്ന് തോള് നോക്കി. നിന്റെ മുമ്പിൽ എനിക്ക് ഒന്നും ഇല്ലടി. ശ്രീകുട്ടി മുഖം കൂട്ടി. എന്താടി നീ ഇങ്ങനെ ഒരു സ്നേഹമില്ലാത്ത പോലെ? ഞാൻ ആകെയുള്ളൊരു നാത്തൂനല്ലേ? മാള് പറഞ്ഞ് ശ്രീകുട്ടി അവളെ ചേർത്ത് പിടിച്ചു. എന്തിനാടി നിന്റെ മുമ്പിൽ ഞാൻ എന്നെ ഒളിപ്പിക്കുന്നത്? ഞാൻ എന്താണെന്ന് എങ്ങനെയാണെന്നോ എന്നെക്കാൾ കൂടുതൽ അറിഞ്ഞവളല്ലേ നീ? എന്നിലെ നോവും വേവും എല്ലാം നിന്നോട് അറിഞ്ഞവൾ മറ്റാരുണ്ട്? അതുകൊണ്ട് എനിക്ക് നിന്റെ മുമ്പിൽ ഒരു പേടിയും നാണോ ഇല്ല. ശ്രീകുട്ടി ചിരിയോടെ പറഞ്ഞു. മാളു അത് കേട്ട് അവളെ കെട്ടിപ്പിടിച്ചു. നീ ഇവിടെ ഇരിക്കും, ഞാൻ ഏട്ടനെ പറഞ്ഞേക്കാം.
പിന്നെ സ്നേഹിച്ചെന്റെ ഏട്ടൻ രാവിലെയൊക്കെ കൊല്ലരുതേ. മാള് പറഞ്ഞ അവളൊന്ന് ചിരിച്ചു. ആശംസകൾ മുത്തേ. മാള് വീണ്ടും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പുറത്തേക്ക് കടന്നു. അല്പസമയം കഴിഞ്ഞതും മിഥുൻ വാതിൽ തുറന്ന് റൂമിലേക്ക് കടന്നു വന്നു. അവനെ കണ്ടതും ശ്രീ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. മിഥുൻ ശ്രീയെ നോക്കിക്കാണുകയായിരുന്നു. ആദ്യമായി കാണുന്ന പോലെ. ഓർമ്മ വെച്ച നാൾ മുതൽ നെഞ്ചിൽ കൂടുകൂട്ടിയ ഒരുവൾ അവളിൽ തന്നെ താലിയിൽ തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു തുളുമ്പി. കയ്യിലുള്ള ഫോൺ സൈലന്റ് മോഡിലാക്കി ടേബിളിൽ വെച്ചിട്ട് അവൾ കൊണ്ടുവച്ച പാല് കയ്യിലെടുത്ത് അവൾക്കരികിൽ വന്നു നിന്നു. ഇരിക്ക്. ഒരു കൈയാൽ അവളെ ബെഡിൽ പിടിച്ചിരുത്തിയിട്ട് പാല് പകുതി കുടിച്ച് ബാക്കി അവൾക്ക് നൽകി. ബാക്കി അവൾ കുടിച്ചതും തിരികെ ഗ്ലാസ് വെച്ചിട്ട് മിഥുൻ അവളുടെ കൈകളിൽ തന്റെ കൈ ചേർത്ത് പിടിച്ചു. ശേഷം അവളുടെ നെഞ്ചിൽ പറ്റിക്കിടക്കുന്ന താനണിച്ച താലി കൈകളിൽ പിടിച്ചു. തന്റെ പേരിൽ കൊത്തിയ താലി മൃദുവായി ചുണ്ടമർത്തി മിഥുൻ ശ്രീയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ നിമിഷം പെണ്ണിന്റെ കണ്ണിൽ നാണത്തിന്റെ 1000 വിസ്മയം തെളിഞ്ഞു. മുഖം ചുവന്നു തുടുത്ത കവൾ കണ്ടതും മിഥുന്റെ കൺട്രോളാകെ പോയതുപോലെ. ആക്രാന്താണെന്ന് കരുതല്ലേ? ഈ മുഖം കണ്ടിട്ട് എനിക്ക് പറ്റുന്നില്ല പെണ്ണേ. പറഞ്ഞുകൊണ്ട് മിഥുൻ ആ കവിളിലേക്ക് തന്റെ ചുണ്ടിയേർത്തു നിറഞ്ഞ പ്രണയത്തോടെ. ശ്രീയുടെ നെഞ്ചു വിടച്ചു. അവനെ നോക്കാനാവാതെ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. മിഥുൻ ഒരു പുൻചിരിയോടെ അവളെ തന്നിലേക്ക് അണച്ചുകൂട്ടി. നിലാവുള്ള രാത്രി അവന്റെ നെഞ്ചിലെ ചൂടിൽ ആ പ്രണയം നിറഞ്ഞ മനസ്സാൽ ഏറ്റുവാങ്ങി അവന് നെഞ്ചോരെ അവളൊരു കുഞ്ഞു പൈതലായി ഒതുങ്ങി. ഒരിക്കലും തീരാത്ത തന്റെ പ്രണയം അവനിലേക്ക് മാത്രം ചേർത്ത് വെച്ചിട്ട്. രാത്രി കുറച്ച് വൈകിയിരുന്നു പ്രശാന്ത് വീട്ടിലെത്തുമ്പോൾ. അമ്മ എടുത്തു വെച്ച ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് കുറച്ച് വെള്ളവുമായി വന്ന അമ്മയോട് പ്രശാന്ത് പറയുന്ന ശില്പ റൂമിലേക്ക് കേട്ടത്. ശ്രീയേട്ടന്റെ വിവാഹമായിരുന്നു ഇന്ന് എന്നത്. അവൾ നേരത്തെ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയിരുന്നു. അവൾക്കിപ്പോൾ കൂടുതലൊന്നും ജോലികൾ സരോജിനി നൽകാറില്ല. എന്തുകൊണ്ടോ അവളുടെ പാവത്തരവും തന്നോട് പെരുമാറുന്ന പെരുമാറ്റം എല്ലാം കൂടെ അവരിൽ അവളോട് ഇടപെടുന്നതിൽ ഒരു മാറ്റം വന്നിരുന്നു. അതുമല്ല, അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ശാന്തി അമ്പലത്തിൽ നിന്ന് കണ്ടതിന് ശേഷം എന്തോ ഒരു ഭയം അവർക്കുള്ളിൽ നിറഞ്ഞിരുന്നു. അതിനുശേഷം എന്തോ അവളോട് ഓരോന്നും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നവർ നിർത്തി. പക്ഷെ അവൾക്ക് തോന്നുന്ന ജോലികൾ ഓരോന്നും അവൾ ചെയ്യുന്നുണ്ടായിരുന്നു. ശില്പം ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് തോന്നിയുകൊണ്ടാണ് പ്രശാന്ത് അമ്മയോട് ആ കാര്യം പറഞ്ഞത്. പക്ഷെ ആ വാർത്ത കാതിൽ പറഞ്ഞതും അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. എന്നിട്ടും താൻ അറിഞ്ഞില്ലല്ലോ, അവൾ സ്വയം പറഞ്ഞു. വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ആരും ഒരു കാര്യം പറഞ്ഞില്ലല്ലോ, അമ്മയോ അച്ഛനും ഒന്നും. അല്ല, ഇതന്നെ എന്തിനു പറയണം? ആ മനുഷ്യൻ വിവാഹം കഴിക്കുന്നത് ഞാനെന്തിനറിയണം? ആരാ തനിക്ക് അദ്ദേഹം? ആരുമില്ല. സ്നേഹിച്ചിരുന്നോ? ഇല്ല. ഒരു നിമിഷം കിട്ടിയ താലിയോടെങ്കിലും നന്ദി കാട്ടിയിരുന്നോ? ഇല്ല. പിന്നെ എന്തിനാ ഞാൻ അറിയുന്നത്? എല്ലാം അവൾ സ്വയം തിരുത്തി. ശ്രീഹരി എന്നത് തന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ ആയിരുന്നില്ല എന്ന് സ്വയം ഉറപ്പിക്കുമ്പോഴും നെഞ്ചിനുള്ളിൽ എവിടെയോ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. കണ്ണുകൾ എന്തിനെന്നറിയാൻ നിറഞ്ഞു. വെറുതെ ഒരർത്ഥവുമില്ലാതെ. അന്നൊരിക്കൽ കോളേജിൽ ഡിഗ്രിക്ക് ചേർന്ന ആദ്യ ദിവസം കോളേജ് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്ന നിമിഷം തന്നെ അവളെ കാത്തിരുന്നത് സീനിയർ വിദ്യാർത്ഥികളുടെ അപരിചിതവും ഭയപ്പെടുത്തുന്നതുമായ റാഗിംഗ് ആയിരുന്നു. കയ്യിലെ സർട്ടിഫിക്കറ്റുകൾ മുറുകെ പിടിച്ച് ചുറ്റും നോക്കി നിൽക്കുന്ന ശ്രീലക്ഷ്മിയുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു. ഏയ്, ഫ്രഷർ അല്ലേ? ഇടുവാ. എവിടെയോ നിന്ന് ഉയർന്ന ശബ്ദങ്ങളുടെ നെഞ്ചിരിപ്പ് കൂട്ടി. ചിരിയും കൂവലും കളിയാക്കുന്ന വാക്കുകളും അവളുടെ ചുറ്റും പടർന്നു. ചോദിച്ച ചോദ്യങ്ങൾ, തടിച്ചു വരുന്ന ഉത്തരങ്ങൾ, കുലുങ്ങുന്ന കൈകൾ. ആ നിമിഷം തനിക്ക് ഇവിടെ ആരുമില്ലെന്ന ഒറ്റപ്പെടലിന്റെ വേദന അവളുടെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞു. ആ സമയത്താണ് ദൈവദൂതനെ പോലെ ഒരാൾ അങ്ങോട്ട് കടന്നു വന്നത്. തന്റെ ബൈക്ക് കുറച്ച് മുമ്പോട്ട് നിർത്തി അതിൽ നിന്ന് ആളിറങ്ങി അവർക്ക് അരികിലേക്ക് വന്നു. 4-5 ആൺകുട്ടികൾക്ക് നടുവിൽ ഒരു പെൺകുട്ടി പേടിച്ചു ഉറച്ചു നിൽക്കുന്നു. കണ്ണുകളിൽ പേടിയും സങ്കടവും കൊണ്ട് അവൾ വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നടക്കുന്നത് ആ ശബ്ദം കേട്ടതും ബോയ്സ് നിശബ്ദമായി. പക്ഷെ അവരുടെ മുഖത്തെ ചിരിയും പിരിമുറുക്കവും മാറിയുന്നില്ല. ചേട്ടനൊന്ന് പോയി, ഇതൊക്കെ സാധാരണയോട് നടക്കുന്ന എവിടെയെന്നല്ല, എല്ലാ കോളേജിലും. അവന് ചേട്ടത്തിൽ ഇടപെടണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ അനിയ. പറഞ്ഞവൻ്റെ അരികിലേക്ക് ചേർന്ന് അവൻ്റെ തോളിലൂടെ കൈകളിട്ട് കുറച്ച് മുമ്പോട്ട് കിടന്നു. അത് ചേട്ടൻ പോകാൻ നോക്ക്. മറ്റൊരു വീണ്ടും ഞാൻ പോയേക്കാം, തൽക്കാലം ഈ കുട്ടിയെ വിട്ടേക്കാം. അത് നിങ്ങൾക്ക് നല്ലത്. നമ്മുടെ വീട്ടിലൊക്കെ അല്ലേ പെങ്ങന്മാര്, അവരാരെങ്കിലും ഇങ്ങനെയൊക്കെ അപമാനിക്കുമ്പോൾ നമ്മളൊക്കെ നോക്കിക്കോ. അതിന് ചേട്ടൻ്റെ പെങ്ങളൊന്നല്ലല്ലോ ഇത്. വാക്കുകൾ ഓരോന്ന് അവരെ ചൊടിപ്പിച്ചുകൊണ്ടിരുന്നു. അനിയന്മാരെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എൻ്റെ പരിചയത്തിലുള്ള കുട്ടിയായത്, അതുകൊണ്ട് വിട്ടേക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണിയാവും. അങ്ങനെയെങ്കിൽ എല്ലാവരും ചേട്ടൻ അറിയുന്നവരായിരിക്കുമല്ലോ. എന്നും ചേട്ടൻ വരുമോ അവരൊക്കെ രക്ഷിക്കാൻ? അത് ചിലപ്പോൾ കഴിഞ്ഞൊന്നുമില്ല. പക്ഷെ എൻ്റെ കൺമുമ്പിൽ അങ്ങനെ ഒരു കാര്യം നടക്കുന്ന കണ്ടാ ഞാൻ നോക്കി നിൽക്കില്ല. അതൊന്നും പറ്റില്ല, ചേട്ടൻ പോകാൻ നോക്ക്. ഓഹോ, അതാണ് കാര്യം. അങ്ങനെ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇട്ടിട്ട് എൻ്റെ കാര്യം നോക്കി പോകണമെങ്കിൽ ശ്രീമംഗലത്തെ ശ്രീഹരി ഒന്നുകൂടെ ജനിക്കണം. അത് കേട്ടതും ബോയ്സ് പെട്ടെന്ന് അടങ്ങി. കേരളത്തിലും പുറത്തും അങ്ങിങ്ങായി പടർന്നു നിൽക്കുന്ന ശ്രീമംഗലം ഗ്രൂപ്പിന്റെ MD ശ്രീഹരി. അവനിടപെട്ടാൽ ഈ കോളേജിന്റെ ഗേറ്റ് വഴി കടക്കാൻ പറ്റില്ലെന്ന് അവർക്ക് നല്ലപോലെ അറിയായിരുന്നു. ഡാ വിട്ടേക്ക്, എൻ്റെ അച്ഛനോട്ട് ഓഫീസിലെ ജോലിയെന്ന്. അച്ഛനുകാരി തറഞ്ഞ പിന്നെ ജീവനോടെ വെച്ചേക്കില്ല. ഒരുവൻ മറ്റവന്റെ കാതിൽ പേടിയോടെ പറഞ്ഞു. ഓരോരുത്തരും പതിയെ പിന്മാറി. സോറി ഏട്ടാ, ഇനി ഞങ്ങളൊരു പെൺകുട്ടിക്ക് പ്രശ്നം ഉണ്ടാവില്ല.
പറഞ്ഞിട്ട് അവർ വേഗത്തിൽ അവിടുന്ന് പോയി. കൂടുതൽ അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് ഇതിനോടകം അവർക്ക് മനസ്സിലായിരുന്നു. ശ്രീലക്ഷ്മി ഇതൊക്കെയും വിശ്വസിക്കാനാവാതെ അവനെ തന്നെ നോക്കി നിന്നു. ശ്രീഹരി? അച്ഛൻ ഇപ്പോഴും പറയുന്ന ശ്രീമംഗലത്തെ ശ്രീഹരി ഇദ്ദേഹമാണോ? ശ്രീഹരിയുടെ ഹൃദയത്തിൽ ആ പേര് വല്ലാതെ പതിഞ്ഞു. ആടും വിട്ട് എല്ലാവരും പോയതും ശ്രീഹരി മൃദുവായൊരു ശ്വാസം വിട്ടു. ശ്രീലക്ഷ്മി ഇനി ആ നിമിഷത്തിന്റെ പിടിയിൽ നിന്ന് പുറത്തു വന്നിരുന്നില്ല. കണ്ണുകളിൽ നരവും മുഖത്ത് ഭയത്തിന്റെ ശേഷിപ്പും. പേടിക്കണ്ട. അവന്റെ ശബ്ദം ആദ്യമായി അവളുടെ ചെവിയിൽ ഇത്രയും അടുത്തായി പതിഞ്ഞു. അവൾ പെട്ടെന്ന് മുഖമുയർത്തി അവനെ നോക്കി. വാക്കുകൾ പുറത്തേക്ക് വരാതെ ചുണ്ടുകൾ അല്പം വിറച്ചു. താങ്ക്സ്. അവൾ കൈകൂപ്പി. ഏയ്, അതിനൊന്നും ആവശ്യമില്ലടോ. ഇത് ഞാനല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്തിരിക്കും. അതിന് നന്ദിയുടെ ആവശ്യമൊന്നുമില്ല. അല്ല, താനെവിടെയാ? ഞാൻ എന്നെ പറഞ്ഞ സാർ അറിയായിരിക്കും. ശ്രീഹരി സംശയത്തോടെ അവളെ നോക്കി. ഞാൻ ശ്രീനിലത്തിലെ രാജീവിന്റെ മകളാ. അയ്യോ, രാജീവിന്റെ മോളാണോ? അപ്പം ഞാൻ അവന്മാരോട് പറഞ്ഞാൽ തെറ്റില്ല. നമുക്ക് വേണ്ടപ്പെട്ട കുട്ടി തന്നെയാണല്ലേ. ഞാൻ തന്നെ മുമ്പെപ്പോഴെ കണ്ടിരുന്നു. സത്യമില്ലെങ്കിൽ മനസ്സിലായില്ല. പേര്? ശ്രീലക്ഷ്മി. ഓക്കെ, സന്തോഷം. ഞാനിവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവനെ കാണാൻ ഇറങ്ങിയ. കാണാം. ശ്രീഹരി പുഞ്ചിരിയോട് അവളോട് യാത്ര പറഞ്ഞിട്ട് ബൈക്കിൻ്റെ അരികിലേക്ക് നീങ്ങി. ഇന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കണം, ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബൈക്കിൻ്റെ അരികിലെത്തിയത് വീണ്ടും അവൻ തിരികെ വന്നിട്ട് അവളെ നോക്കിയിട്ട് പറഞ്ഞു. ആ വാക്കുകളിൽ വല്ലാത്തൊരു കരുതൽ ആ നിമിഷം അവൾക്ക് തോന്നി. ശ്രീഹരി, ആ പേര് ആദ്യമായി അവളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ദിവസം. അറിയാതെ തുടങ്ങിയ ഒരു പ്രണയത്തിന്റെ ആദ്യ താളം. ശ്രീഹരി അത്ഭുതത്തോടെ അവളെ നോക്കി. താൻ അറിയാതെ പോയ ആ ഇഷ്ടത്തിന്റെ ബാക്കി അറിയാൻ വീണ്ടും അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൾ തുടർന്നു. ആ പേരിനോട് തോന്നിയ ഇഷ്ടം ആ ഒരുവനോടും തോന്നി തുടങ്ങിയതും പിന്നീട് അങ്ങോട്ട് കാണാനായി കൊതിച്ചതും അവസാന ആ ഇഷ്ടം പാടെ മറന്നതും അങ്ങനെയെല്ലാം. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.